ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് ഒരു പഴം വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അവർ ഇതിൻ്റെ റെസിപ്പി തീർച്ചയായും നിങ്ങളോട് ചോദിക്കും. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് തൊലി കളഞ്ഞിട്ട് ചെറിയൊരു കഷ്ണങ്ങളാക്കി മാറ്റണം. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ഇവിടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലോണം ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നൈസായിട്ട് തന്നെ നിങ്ങളിതൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്കിതിനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നല്ലോണം വീണ്ടും ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. ഒട്ടും തന്നെ ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് മൈദപ്പൊടിയാണ്. ഇപ്പം ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ പഴത്തിനനുസരിച്ചിട്ടുള്ള പൊടി വേണം എടുക്കാനായിട്ട്. നമുക്ക് നല്ലൊരു കട്ടിയുള്ളൊരു ഡോ ആക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മൈദയുടെ അളവ് പറയാത്തത്. ഞാനിപ്പോൾ ഈ കപ്പിന് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. എത്ര ഇപ്പോൾ എനിക്ക് വേണം ഞാനിപ്പോൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് പറഞ്ഞു തരാം. അതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിക്ക് 1/4 കപ്പ് തന്നെ പൊടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾ എടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾ എടുക്കണം ആദ്യം. ഇപ്പോൾ ഞാൻ ബോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഒരല്പം ഓയിലാക്കി കൊടുത്തിട്ട് ഇങ്ങനെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അറ്റം ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് ഇതിന് മുകളിലോട്ടായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഇളകി പോരില്ല. അപ്പോൾ ഇത് തിരിച്ചിടുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഡോവും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടാകുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ആ സൈഡ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് മടുത്തെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ അകവശം വെന്ത് വരില്ല. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല വെറൈറ്റിയാണ്. അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. Thank you.